ലൈഫ് ലോങ് ഡിസോർഡർ ആണോ റിഷ മുഹമ്മദ്? OCD ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ തെറപ്പി മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ OCD മാനേജബിൾ ആവും. OCDക്ക് നമ്മൾ ഉപയോഗിക്കുന്ന തെറപ്യൂട്ടിക് അപ്രോച്ചസ് എന്ന് പറയുന്നത് എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ ആൻഡ് ബ്രീതിങ് എക്സസൈസസ് along with ഡേഞ്ചർ ഐഡിയേഷൻ റിഡക്ഷൻ തെറപ്പി. ഡോക്ടർ സിംഗിൾ അല്ല. എൻ്റെ ഹസ്ബൻഡ് ഇന്ത്യൻ ആർമിയിലെ ലെഫ്റ്റനന്റ് കേണൽ ആണ്. എനിക്ക് 34 വയസ്സായി. പ്രോബബ്ലി ഐ വിൽ ബി ആസ് ഓൾഡ് ആസ് യുവർ സിസ്റ്റർ. എന്താണ് എൻ്റെ ജോലിയോ? ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. പേഷ്യൻസിനെ കാണുന്നു, അതാണ് എൻ്റെ ജോലി. എൻ്റെ ക്ലിനിക്കിൻ്റെ പേര് ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്. How to become extrovert? Yes, Ardra, all is safe here. Everything is safe here. How to become an extrovert? Okay. That depends upon what നിങ്ങൾ എന്താണ് എക്സ്ട്രോവേർട്ട് ആണെന്ന് ഉദ്ദേശിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ചെറിയൊരു ഗ്രൂപ്പിനോട് സംസാരിക്കുക, കുറച്ചും കൂടെ വലിയ ഗ്രൂപ്പിനോട് സംസാരിക്കുക. ഏറ്റവും തുടക്കത്തിൽ ഏറ്റവും ഫസ്റ്റ് സംസാരിക്കേണ്ടത് കണ്ണാടിയോടാണ്. കണ്ണാടിയോട് സംസാരിക്കുക. എവിടെയാണ് സ്ഥലം? ഡൽഹിയിലാണ് സ്ഥലം. ഹസ്ബൻഡ് ഇന്ത്യൻ ആർമിയിലെ ലെഫ്റ്റനന്റ് കേണലാണ്. വിനിൽ, ഹലോ. ഡോക്ടർ OCPD ട്രീറ്റ്മെന്റ് കൊണ്ട് മാറുമോ? ഓക്കെ. OCD ആൻഡ് OCPD ആർ 2 ഡിഫറെന്റ് തിങ്സ്. OCD is a condition, whereas OCD is a personality trait. അതായത് എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കണം, ഒന്ന് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുക, ഒരു റിജിഡ് ആയിട്ടുള്ള മനോഭാവത്തിനെയാണ് നമ്മൾ OCPD പേഴ്സണാലിറ്റി ട്രേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ. അപ്പോൾ OCPD പേഴ്സണാലിറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്യണത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിലൂടെയാണ്. ആൻഡ് OCPD മാറുമോ എന്നല്ല, ഇറ്റ് ബിക്കംസ് മാനേജബിൾ. And answering somebody's question, I did my MPhil from Swikar Academy of Rehabilitation Sciences. Hi Radhika. So ഒരു മാറോ എന്നുള്ളതല്ല. ഇൻ സൈക്കാട്രി ഇറ്റ്സ് ഓൾ അബൌട്ട് മാനേജ്മെന്റ്. ഈവൻ ഇഫ് യു OCPD, ഇപ്പോൾ ഒരു OCPD ആയിട്ടുള്ള ഒരാൾക്ക് ഒരു വീട്ടിൽ ഒരു ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നാൽ ചിലപ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ ആയാലേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ മാറി കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ്നെസ് ഡെവലപ്പ് ചെയ്യാനും കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാനും സൈക്കോതെറപ്പി ഹെൽപ്പ് ചെയ്യും. പക്ഷെ OCDയും OCPDയും രണ്ടും ഡിഫറെൻ്റ് ആണ്. OCD ഉള്ള ഒരാൾക്ക് OCPD വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കണ്ടു. പോസിബിലിറ്റി ഉണ്ട്. ഹായ് ഡിയർ, സുഖമാണോ? യെസ്, സുഖമാണ്. ഗുഡ് മോർണിംഗ്. എനി അതർ ക്വസ്റ്റ്യൻസ്? എനി അതർ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്? എനിക്ക് തോട്ട്സ് ആൻഡ് ഇമേജസ് ആണ്. ഓക്കെ. അപ്പോൾ തോട്ട്സ് ആൻഡ് ഇമേജസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ എന്താ പറയുക, CBT വർക്ക് ചെയ്യും. ഈ പറഞ്ഞ പോലെ എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ വർക്ക്സ് വെരി ഗുഡ് വിത്ത് ദാറ്റ്. മാം, സ്ട്രെസ് എങ്ങനെ കുറയ്ക്കും എന്ന് പറഞ്ഞുതരാമോ? സ്ട്രെസ് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻ്റ് ആണ്. എനിക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്താണോ, വാട്ട് ഈസ് അവർ സ്ട്രെസ് കോസിങ് ഫാക്ടർ എന്നുള്ളത് നമ്മൾ എൻലിസ്റ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ പോസിബിലിറ്റീസിൽ അതിൽ സൊല്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ആൻഡ് അതിലെന്തെങ്കിലും നമ്മുടെ തോട്ട് പാറ്റേൺസ് ഉണ്ടോ? ഇപ്പം നമ്മൾ വളരെ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് സ്ട്രെസ് വരും. നമ്മൾ ഇമോഷണൽ ഈറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടും. പിന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കൽ ഇൻഡിക്കേഷൻ കൂടിയാവാം. വൈറ്റമിൻ D ചെക്ക് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ്, തൈറോയിഡ് ചെക്ക് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതെല്ലാം ക്ലീൻ ആയിട്ടും നമുക്ക് ഒരു സ്ട്രെസ്ഫുൾ ഫാക്ടറായിട്ട് വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഫങ്ഷണൽ സ്ട്രെസ്. അപ്പോൾ ഫങ്ഷണൽ സ്ട്രെസ് അഡ്രസ്സ് ചെയ്യാൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു സൈക്കോതെറപ്യൂട്ടിക് അപ്രോച്ച് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഓൾസോ ദർ ആർ n number of breathing exercises. You can write it down. Grounding exercise, Jacobson's progressive muscular relaxation. I am repeating. Grounding exercise, Jacobson's progressive muscular relaxation. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ആവും. NPD സീരീസ് കണ്ടിന്യൂ ചെയ്യണം. ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യാം വിത്തൗട്ട് എനി സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആസ് യു സജസ്റ്റഡ്. ഷുവർ, ഐ വിൽ ബി കണ്ടിന്യൂയിങ് ദി NPD series. I am also planning to take MPhil in clinical psychology, but